നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വെള്ളാർമല സ്കൂളിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ്. ഇവിടെ ഈ അധ്യാപകരായിരുന്ന ആളുകൾ ഒരു പുഷ്പാർച്ചന പോലെയുള്ള പരിപാടികളുമായി ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും വേദനാജനകമായ ഓർമ്മകളിലൊന്ന് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടതായിരിക്കും. 13 കുട്ടികളാണ് ഈ സ്കൂളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ആ കുട്ടികളുടെ ഓർമ്മ പങ്കുവെക്കുകയാണ് ആ സ്കൂൾ അധ്യാപകരും അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും. അപ്പോൾ അവിടെ കുട്ടികളുടെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രത്തിന് മുൻപാകെ പുഷ്പാർച്ചന നടത്താൻ അധ്യാപകർ എത്തിയിരിക്കുന്നു. അവരുടെ ആ സ്കൂളിലെ മറ്റ് പ്രവർത്തകർ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് കാണുന്നത്. ഒപ്പം കുറേയധികം അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഈ ഇതിൽ പങ്കെടുക്കാനായി പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ സ്കൂളിൽ നിന്ന് അപകടത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ അതിനു മുൻപാകെ സ്മരണ പുതുക്കുകയാണ് ഇപ്പോൾ അവരുടെ അധ്യാപകർ. ഓർമ്മകൾ ഇരിക്കുമ്പോഴും ആ കുഞ്ഞുങ്ങളെ ഇനിയും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ഒരുപക്ഷെ ഏറ്റവും വേദനിപ്പിക്കുന്ന, ഏറ്റവും ഹൃദയഭേദകമായ അനുഭവം എന്ന് പറയുന്നത് ഈ വെള്ളാർമല സ്കൂളിലെ നേരിട്ട അപകടമാണ്. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എത്രയോ പേർ കിട്ടിയോ എന്ന് പോലും പറയാൻ കഴിയില്ല. ചിലരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് കിട്ടിയത്. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ഓർമ്മ പുതുക്കുകയും അവർക്ക് ആദരമർപ്പിക്കുകയും അവരിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുകയാണ് അവരുടെ അധ്യാപകരും അല്ലെങ്കിൽ സ്കൂളിലെ പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ. നമുക്ക് അവരുടെ ചിത്രങ്ങൾ അവിടെ കാണാം. അവരുടെ പേരുകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൊന്ന്, ഏറ്റവും വേദനിപ്പിക്കുന്ന ചിത്രങ്ങളിലൊന്ന് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ സ്കൂളിലുണ്ടായിരുന്ന ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ ിലെ പ്രവർത്തകർ, അധ്യാപകർ, ജീവനക്കാരൊക്കെ തന്നെയും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നതാണ് വെള്ളാർമല സ്കൂൾ. ആ സ്കൂൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായിരിക്കുന്നു. അവിടെ ഇനി പഠനം സാധ്യമല്ല. ചെളി നിറഞ്ഞ ക്ലാസ് റൂമുകളിലേക്ക് ആരും മടങ്ങി വരാൻ ബാക്കിയുമില്ല. സ്കൂളിലെ മേപ്പാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയാണിപ്പോൾ അധ്യയനം നടക്കുന്നത്. പുതിയൊരിടത്ത് സ്ഥിരമായൊരു സ്കൂൾ വേണമെന്ന ആഗ്രഹവും അഭിപ്രായവും ഒക്കെ അവിടുത്തെ ആളുകൾക്കുണ്ടെങ്കിൽ കൂടിയും ഇവിടേക്ക് ഇനി മടങ്ങി വരിക എന്നത് അസാധ്യമായിരിക്കുന്നു. ഈ ഒരു ഭൂമിശാസ്ത്രപരമായി തന്നെ ഈ മേഖല മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്തവണ്ണം നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു ദുരന്ത ചിത്രമാണ് ഒരു വർഷം പിന്നിടുമ്പോഴും നാം ഇവിടെ നിന്ന് കാണുന്നത് എന്ന് പ്രത്യേകമായി പറയണം. കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആളുകൾ സങ്കടപ്പെടുന്നതാണ് കാഴ്ച. ഏറ്റവും ഭേദകമായ കാഴ്ച എന്ന് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയും. ഈ സ്കൂളിലെ പ്രവർത്തകരായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അധ്യാപകരും സഹപ്രവർത്തകരും മറ്റ് ജീവനക്കാരും ഒക്കെ ഇവിടേക്ക് ഈ ഒരു വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കുഞ്ഞുങ്ങളുടെ പേരുകളെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരുകൾ നമുക്കതിൽ വായിക്കാനും പറ്റും. എല്ലാം ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ. അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾ എന്ന് തന്നെ പറയാം. ഓരോരുത്തരായി വന്ന് കുട്ടികളുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ഓർമ്മ പങ്കുവയ്ക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കാര്യം. അധ്യാപകരുണ്ട്, പല രൂപത്തിലുള്ള ജീവനക്കാരെല്ലാം അവിടെ ഉണ്ട്. ജയ്സൽ,
ലാർമല സ്കൂളിന്റെ പരിസരത്താണ്. അവിടെ ഈ അപകടത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾക്ക് മുൻപിൽ അവരുടെ സ്മരണകൾ അർപ്പിക്കുകയാണ് ഇവിടുത്തെ അധ്യാപകർ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറെ അധികം അധ്യാപകർ ഇവിടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് മാഷ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് ജയ്സൽ, ഒരു വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഇപ്പോഴും അതിന്റെ ഒരു ഇമോഷണൽ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഹൃദയത്തിലല്ലേ അവരുള്ളത് എപ്പോഴും. വിദ്യാർത്ഥികളുടെ ഒക്കെ അവസ്ഥ എന്താണ് മാഷെ? ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ടോ? ഞങ്ങളെ പോലെ തന്നെ അവരും സങ്കടം അനുഭവിക്കുകയാണ്. ശരി, ഈ ഇതിന്റെ ഒരു ഹൃദയവേദന എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ അധ്യാപകരെ കാണണം. കാരണം ഒരുപക്ഷെ കുറച്ചൊക്കെ നോക്കിയായി വന്ന മനുഷ്യർ പിന്നെയും ഡിസ്റ്റർബ്ഡ് ആവുന്ന, പിന്നെയും സങ്കടം അനുഭവിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ഇത്. കാരണം ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ആ ഓർമ്മകൾ അതേപോലെ തികട്ടി മനസ്സിലേക്ക് വരുമ്പോൾ മനുഷ്യർക്കെല്ലാം പഴയതുപോലെ ഓർമ്മ വരും. ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ കാണുക. ആ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ, അവരുടെ ചിരിക്കുന്ന മുഖങ്ങൾ: നിവേദ് കൃഷ്ണ, ധ്യാൻ കൃഷ്ണ, മുഹമ്മദ് നിഹാൽ, അശ്വിൻ. കുട്ടികളുടെയൊക്കെ പേര് നമുക്കിവിടെ വായിക്കാൻ പറ്റും. ആരാധ്യ, ഫൈസ, അവന്തിക, അഹന്യ, സിയ, നൗറിൻ തുടങ്ങിയ കുട്ടികളുടെ പേരുകൾ, അവരുടെ ചിരിക്കുന്ന മുഖങ്ങൾ. അതൊരു പക്ഷേ ഈ ഒരു വീണ്ടെടുപ്പിലേക്ക് വന്ന മനുഷ്യർ, അതിജീവനത്തിലേക്ക് വന്ന മനുഷ്യരെ പിന്നെയും അതെല്ലാം ഓർമ്മിപ്പിക്കുമെന്നതാണ് അതിനകത്തൊരു ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം. അവരെല്ലാവരും പിന്നെയും ആ ആലോചന കൊണ്ടു നടക്കുന്നു. അതിലേക്ക് അവർ വീണ്ടും വരുന്നു. ഈ ചിത്രങ്ങൾ അവരെ പിന്നെയും വലിയൊരു ഒരു സങ്കടത്തിലേക്ക് തള്ളിയിടുകയാണ്, വലിച്ചടുപ്പിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ ഈ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം കുറച്ചൊരു ഇമോഷണൽ ആവുന്ന കാണുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലുള്ള പ്രയാസം അനുഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും
ഇത് ഇപ്പോഴത്തെ HM ആണല്ലേ സാറേ? സാറേ ഏത് സ്കൂളിൽ നിന്നാണ് ശേഷം ഉള്ള സാഹചര്യം? നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല സ്കൂളിന്റെ പരിസരത്താണ്. അവിടെ ഈ അപകടത്തിൽ മരിച്ച കുഞ്ഞുങ്ങൾക്കുള്ള സ്മരണ പുതുക്കാനായി അധ്യാപകരും ജീവനക്കാരും ഒക്കെ എത്തിയിരിക്കുന്നു. ഭയങ്കര വികാരനിർഭരമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഇവിടെ ആളുകളോട് നമുക്ക് ആ നിലയ്ക്കുള്ള സംസാരിക്കും പോലുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം എന്തുമാത്രം ആഴമുള്ളതാണെന്ന് കാണാൻ ഇവിടെയുള്ള സന്ദർഭം കൊണ്ട് കഴിയും. ഞാനൊന്ന് മാം, ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയാണ്. എൻ്റെ സ്വദേശം മുണ്ടക്കൈയാണ്. ഞാൻ പഠിപ്പിച്ച മക്കളാണ് ഈ 33 പേര്. ഞാൻ LP-യിലാണ്. എൻ്റെ കയ്യിലൂടെ കടന്നുപോയ കുട്ടികളാണ് ഇവരെല്ലാം. 13 വർഷമായി ഞാനിവിടെ. അപ്പോൾ LP-യിലായതുകൊണ്ട് ഇവരെല്ലാവരെയും പഠിപ്പിക്കാനുള്ളൊരു നിർഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ഒരു വേദനയിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. മക്കള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളെ കൂടെയല്ലേ, രാത്രിയല്ലേ അവർ വീട്ടിലെത്തുന്നത്. മാതാപിതാക്കളോടുള്ളതിനേക്കാളും കൂടുതൽ നമ്മളോടല്ലേ സമയം ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ കുട്ടീനെ കുറിച്ചും ഒരുപാട് ഓർമ്മകളാ. ഫോട്ടോയിലൊക്കെ പെട്ടെന്ന് നോക്കിയപ്പോ മനസ്സിലാകും. ഇത് സ്കൂളിലെ മനുഷ്യർ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണെന്ന് നമുക്ക് ശരിയായി മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. ആളോട് സംസാരിക്കും പോലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ തലയ്ക്കുള്ളതാണ്. കാരണം ഇമോഷണലി അത്രയും ബ്രേക്ക് ആയിട്ടുള്ള ആളുകളോടാണ് നമ്മളിവിടെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് അവരോടൊപ്പമായിരുന്നു. അപ്പൊ അത്രയും ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ, അടുത്തറിയാവുന്നവർ, മുഖം മറന്നു പോകാത്ത കുഞ്ഞുങ്ങൾ, അവരെ വീണ്ടും കാണുമ്പോൾ, അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പുതിയൊരു സ്കൂളിലെ സാഹചര്യത്തിലേക്ക് മാറുന്നതോടുകൂടി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല ഡിജിറ്റൽ സ്കൂളായിട്ട് വെള്ളാർമല സ്കൂൾ മാറുന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും മനുഷ്യർ അഭിമുഖീകരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മാം ഇവിടെ പഠിപ്പിച്ചിരുന്നാണ്? അതെ.